മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ പുസ്തക വിവാദത്തിൽ പെൻഗ്വിൻ ബുക്സിന് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, എന്താണ് നടപടി? ഇതിൽ പെൻഗ്വിൻ ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിലെ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. വിവരങ്ങൾ. നേരത്തെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ നമുക്കറിയാവുന്നതാണ്. ജനറൽ എം നരവനെയുടെ പുസ്തക വിവാദം അത് കഴിഞ്ഞ ദിവസവും പാർലമെന്റിലൊക്കെ വലിയ ബഹളത്തിന് ഇടയാക്കുന്നു. അത് ആമസോണിൽ ലഭ്യമാണ് എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ ഇന്നലെ ഇതാദ്യമായി വിഷയത്തിൽ ജനറൽ എം നരവനെയുടെ ഒരു പ്രതികരണം അത് അദ്ദേഹം റീട്വീറ്റ് ചെയ്യുകയാണ്. പെൻഗ്വിൻ ബുക്സിന്റെ അവരുടെ അവകാശവാദം അത് റീട്വീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന ആദ്യ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അർജുൻ, പറയൂ. കൂടുതൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ കടന്നിരിക്കുകയാണ്. ഈ പെൻഗ്വിൻ പബ്ലിക്കേഷൻസിനോടുകൂടി അന്വേഷണത്തിൽ പങ്കുചേരണമെന്നുള്ള കാര്യം വ്യക്തമാക്കിയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പെൻഗ്വിൻ പബ്ലിക്കേഷൻസിന്റെ വിശദീകരണം, അതിൽ കൂടുതൽ ചോദ്യങ്ങളും അതിൽ ഉത്തരങ്ങൾ തേടിക്കൂടിയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിക്ക് കോപ്പി എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഡൽഹി പോലീസിന് സംശയമുള്ളത്. അതിൽ മറുപടി പെൻഗ്വിൻ ബുക്സ് തന്നെ നൽകേണ്ടി വരും. ഈ മറുപടികൾ തൃപ്തികരമല്ലെങ്കിൽ പെൻഗ്വിൻ ബുക്സിന്റെ ഇന്ത്യ മേധാവിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി കൂടി ഒരു പക്ഷേ ഡൽഹി പോലീസ് ആവശ്യപ്പെടുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അതിലൂടെ പുസ്തകത്തിന്റെ ചോർച്ചയെ സംബന്ധിച്ച്, ഈ കോപ്പികളുടെ ചോർച്ചയെ സംബന്ധിച്ചൊരു കണ്ടെത്തൽ, അത് എവിടെ നിന്ന് ഈ ലീക്ക് ഉണ്ടായി എന്നുള്ള സാധിക്കുമെന്നുള്ള കാര്യം ഡൽഹി പോലീസ് പറയുന്നുമുണ്ട്. അതേസമയം BJP രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെയുള്ള വിമർശനം കടുപ്പിക്കുക കൂടെയാണ്. പ്രത്യേകിച്ചും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പാർലമെന്റിനകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ മാപ്പ് പറയേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിവാദം അത് കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.